നമസ്കാരം. ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ. എൻ്റെ വീഡിയോ കഴിയാവുന്നത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ അതുപോലെ തന്നെ ഞാനിതിൽ പറയുന്നതിൽ എന്തെങ്കിലും ഒരു ശരിയുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാം, നിങ്ങളുടെ ബന്ധുക്കൾക്ക് ഷെയർ ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിനടിയിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു മലയാള മനോരമയിൽ വന്നൊരു വീഡിയോ, ഒരു വാർത്തയിൽ വന്നൊരു വീഡിയോ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. തുടർന്ന് അതിനുശേഷം ഞാനതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് പറയാം. ഓക്കെ. ബിബിൻ ബികോം പാസായി. ഇരിഞ്ഞാലക്കുടയിൽ തന്നെ സ്വകാര്യ ബാങ്കിൽ ജോലിക്ക് കയറി. പ്രവാസി മലയാളികളുമായി അടുത്ത ബന്ധം സ്ഥാപിക്കാൻ ബാങ്ക് ജോലി മുഖേന സാധിച്ചു. പ്രവാസി മലയാളികളെ വിശ്വസിപ്പിച്ച് ഷെയർ ട്രേഡിംഗിൽ പണം നിക്ഷേപിച്ചു. ഊഹക്കച്ചവടത്തിൽ പണം വേഗത്തിൽ തിരിച്ചു നൽകിയതോടെ വിശ്വാസം കൂടി. പണം കിട്ടിയവർ അടുപ്പക്കാരോട് രഹസ്യമായി ബിബിന്റെ മിടുക്ക് വിവരിച്ചു. ഇതോടെ പണമൊഴുകി. കാശിന്റെ വരവ് കണ്ട് കണ്ണ് മഞ്ഞളിച്ചു. ആദ്യം ബാങ്ക് ജോലി ഉപേക്ഷിച്ചു. പിന്നെ ബില്യൺ ബീസ് എന്ന പേരിൽ സ്ഥാപനം തുടങ്ങി. 100 കോടി തേനീച്ചകൾ എന്ന നാമകരണം ചെയ്തതുപോലെ നിക്ഷേപം 100 കോടി കവിഞ്ഞു. ഇരിങ്ങാലക്കുടക്കാരാണ് കൂടുതലും നിക്ഷേപിച്ചത്. തേനീച്ചകളുടെ മധുരം പോലെ ലാഭം കൈനിറയെ കിട്ടിത്തുടങ്ങിയപ്പോൾ നിക്ഷേപകർ പറഞ്ഞ് പ്രശസ്തി ഇന്ത്യയൊട്ടുക്കം വ്യാപിച്ചു. പിന്നെ വിദേശത്തേക്കും. നിക്ഷേപ തുകകൾ കൈകാര്യം ചെയ്യുന്നതിൽ പാളിച്ച വന്നതോടെ അടിപതറി. 7 മാസം മുമ്പേ കോമ്പാറ ബ്രദേഴ്സ് അപകടം മണത്തറഞ്ഞു. ദുബായിലേക്ക് മുങ്ങി. ഇടപാടുകാർ മുതലും പലിശയുമില്ലാതെ വലഞ്ഞു. പേരിന് പോലും സ്വന്തം പേരിൽ കോമ്പാറ ബ്രദേഴ്സിന്റെ സ്വത്തുക്കളില്ല. പിന്നെ കൈകാര്യം ചെയ്ത കോടികൾ എവിടെ പോയി? അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ പത്രത്തിൽ എൻ്റെ വാർത്ത ഉണ്ട്. ബില്യൺ ബീസ് എന്ന് പറയുന്ന ഒരു സാമ്പത്തിക തട്ടിപ്പ് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുട കേന്ദ്രീകരിച്ച് നടന്നൊരു തട്ടിപ്പാണ്. അത് ഷെയർ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ആളുകളിൽ നിന്നും പണം സ്വരൂപിച്ച് അവസാനം തിരിച്ച് പണം കൊടുക്കാൻ പറ്റാതെയായി. അങ്ങനെ അതിൻ്റെ പ്രധാനപ്പെട്ട 3 പേരും ഇന്നിപ്പോൾ നാട് വിട്ടു. ഏകദേശം 150 കോടിയുടെ തട്ടിപ്പ് നടന്നു എന്നാണ് പറയുന്നത്. പ്രാഥമികമായ പോലീസിൻ്റെ അന്വേഷണത്തിൽ 150 കോടിയുടെ തട്ടിപ്പാണ് നടന്നിട്ടുള്ളത്. ഒരു പക്ഷേ അതിലും കൂടുതലുണ്ടാവും. കാരണം നമ്മൾ കാലങ്ങളായിട്ട് ഇപ്പോൾ ആട് മാഞ്ചിയം മുതൽ 90കൾ മുതൽ പല രീതിയിലുള്ള നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, പല രീതിയിലുള്ള തട്ടിപ്പുകൾ നമ്മൾ കണ്ടു. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ക്രിപ്റ്റോ കറൻസിയുടെ പേരിൽ പല തട്ടിപ്പ് നടക്കുന്നു. ഇതിലെല്ലാം പോയി ഒരുപാട് ആളുകൾ അവരുടെ കയ്യിൽ അവർ ജോലി ചെയ്തുണ്ടാക്കുന്ന പണം ഇതിൽ കൊണ്ടുപോയി നശിപ്പിക്കുന്നു. അപ്പോൾ അത് ഞാൻ കഴിഞ്ഞ 20 വർഷമായിട്ട് ഷെയർ മാർക്കറ്റ് മേഖലയിൽ, അതായത് ഓഹരി വിപണിയുമായും അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടുമായി ബന്ധപ്പെട്ടുള്ള മേഖലയിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു സ്ഥാപനം നടത്തുന്ന ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടി പാർട്ട്ണർഷിപ്പിൽ ചോയ്സ് ബ്രോക്കിംഗ് എന്ന ഒരു ഇന്ത്യയിലെ തന്നെ പ്രശസ്തമായ ഒരു ബ്രോക്കിംഗ് ഫേമിൻ്റെ ഫ്രാഞ്ചൈസി തൃശ്ശൂർ നടത്തുന്ന ഒരാളാണ്. 2006 മുതൽ ഞാനതാണ് ചെയ്തു വരുന്നത്. ഇത്രയും കാലത്തിനുള്ളിൽ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എനിക്ക് കാര്യമായ രീതിയിലുള്ള നഷ്ടങ്ങളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഈ ബില്യൺ ബീസ് എന്ന് പറയുന്ന കമ്പനി ഇവർ രജിസ്റ്റർ ചെയ്തിട്ട് അതിനുശേഷം ഷെയർ മാർക്കറ്റിൽ പണം നിക്ഷേപിച്ച് നിങ്ങൾക്ക് 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മാസം 30,000 മുതൽ 50,000 രൂപ വരെ നിങ്ങൾക്ക് പ്രോഫിറ്റ്, നിങ്ങൾക്കൊരു മന്ത്ലി ഇൻകം എന്നുള്ള രീതിയിൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ആളുകളിൽ കയ്യിൽ നിന്ന് വാങ്ങിയെന്ന് നമ്മൾ വാർത്തകളിലൂടെ അറിയാൻ കഴിഞ്ഞു. ഒരു കാരണവശാലും ഷെയർ മാർക്കറ്റിൽ ഒരു ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഇൻകം പറയാൻ ആർക്കും കഴിയില്ല. കാരണം മാർക്കറ്റ് ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പോവുക. അപ്പം നമുക്ക് എപ്പോഴും ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു മാക്സിമം ഒരു 15 മുതൽ 16% റിട്ടേൺ എന്ന് മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. നമുക്ക് അത്രേ കരുതാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനികൾ, നമ്മൾ ഇന്ത്യൻ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് കമ്പനികളുണ്ട്. 3000-4000-ഓളം കമ്പനികൾ ബോംബെ സ്റ്റോക്ക് മാർക്കറ്റിലും അതുപോലെ തന്നെ പ്രധാനമായിട്ടുള്ള നാഷണൽ സ്റ്റോക്ക് മാർക്കറ്റുകളിലും ഏകദേശം 4000-ഓളം കമ്പനികൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നല്ല ഫിനാൻഷ്യൽ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ആയി നിൽക്കുന്ന നല്ല കമ്പനികളിൽ നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ അതിൻ്റെ ഒരു ഷെയർ എടുത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിന് വരുന്ന ലാഭം, അതിൻ്റെ ഷെയറിന് കൂടി വരുന്ന ആ കമ്പനിയുടെ പ്രോഫിറ്റിൻ്റെ ഒരു ലാഭമാണ് നമുക്ക് എപ്പോഴും അതിന് കിട്ടുക. അപ്പോൾ ഷെയർ വാല്യൂ കൂടി പോകും. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ഹ്യൂജ് ആയിട്ടുള്ള പ്രോഫിറ്റ് ഉണ്ടാവാം. ചിലപ്പോൾ 100%, 200% ഒക്കെ നമുക്ക് റിട്ടേൺ കിട്ടാം. പക്ഷെ അതെപ്പോഴും സംഭവിച്ചോളണമെന്നില്ല. പക്ഷെ നമുക്കൊരു സ്ഥായിയായി നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മാക്സിമം നമുക്കൊരു 15 അല്ലെങ്കിൽ 16% ഒക്കെ നമുക്ക് റിട്ടേൺ പ്രതീക്ഷിക്കാം ലോങ് ടേമിൽ.
ഒരു 5 വർഷം 10 വർഷത്തേക്കൊക്കെ നമ്മൾ ഇങ്ങനെ ഷെയറിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക. ഇൻവെസ്റ്റ്മെൻറ്റ് ആണ് ഞാൻ പറയുന്നത്, ഒരിക്കലും ഞാനതൊരു ഗാംബ്ലിംഗ് എന്ന രീതിയിലല്ല പറയുന്നത്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത് നിങ്ങളോട്. അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, പ്രശ്നമില്ല, ഞാൻ എനിക്ക് പറ്റാവുന്ന രീതിയിൽ പറഞ്ഞുതരാം. അപ്പോൾ ഇത്തരം സ്ഥാപനങ്ങൾ വന്നിട്ട് ഇവർ സ്റ്റാർട്ട് ചെയ്ത് ഇവർക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല, ആളുകളിൽ നിന്ന് പണം സ്വരൂപിക്കും, പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് ചെയ്യാമെന്ന് പറയും. അങ്ങനെ ആളുകൾ 1 ലക്ഷം 2 ലക്ഷം കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇവർ ചെയ്യുന്നത്, ഇപ്പോൾ ഒരാളുടെ കയ്യിൽ നിന്ന് 1 ലക്ഷം രൂപ മേടിച്ച് ആ 1 ലക്ഷത്തിൽ നിന്ന് തന്നെ 5000 വെച്ച് തിരിച്ചു കൊടുക്കാൻ തുടങ്ങും കുറേശ്ശെ. അങ്ങനെ വരുമ്പോൾ നമ്മുടെ മലയാളികൾക്കല്ല എല്ലാവർക്കും ഉള്ളൊരു സ്വഭാവമാണ് ഗ്രീഡ്, അത്യാഗ്രഹം. അപ്പോൾ അവർ വേറെ പലർക്കും പണം സ്വരൂപിച്ച് ഇവർക്ക് കൊണ്ടുവന്ന് കൊടുക്കും, അല്ലെങ്കിൽ ഇവരുടെ സുഹൃത്തുക്കളുടെ അടുത്ത് പറയും, വേറെ ആളുകളുടെ അടുത്ത് പറയും. അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും പണം സ്വരൂപിച്ച് ഒരു 3-4 കൊല്ലം കഴിയുമ്പോഴും ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ഒരു കോടിക്കണക്കിന് രൂപ ആളുകളിൽ നിന്നും സ്വരൂപിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് ഇവർ മുങ്ങിക്കഴിഞ്ഞാൽ ഇതിൽ പണം നിക്ഷേപിച്ചിട്ടുള്ളതിൽ ഒരു 50% ആളുകൾ പോലും കംപ്ലൈൻറ്റ് കൊടുക്കില്ല. കാരണം അവർക്ക് ലീഗലായി അവരുടെ കയ്യിലുള്ള പണമായിരിക്കില്ല, ബ്ലാക്ക് മണി പോലുള്ള എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ അവരും മിണ്ടില്ല. ബാക്കി സാധാരണക്കാരായ കുറച്ച് ആൾക്കാർ ഇതിൽ പെടും. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാരണവശാലും ഒരു 12 അല്ലെങ്കിൽ 14% മുകളിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് തരാമെന്ന രീതിയിൽ ഒരാൾ നിങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ അത് ഒരു കാരണവശാലും നടക്കില്ല എന്നുള്ളത് ആദ്യമേ പറയാം. നടക്കുന്ന കാര്യമല്ല. ഒരു ലോങ് ടൈമിലേക്ക് അത് നടക്കില്ല. ഷോർട്ട് ടൈം ചിലപ്പോൾ എന്തെങ്കിലും ചെറിയൊരു പ്രോഫിറ്റ് ഗെയിൻ വന്നിട്ട് നിങ്ങൾക്ക് തരാൻ പറ്റിയെന്ന് വരും എന്നല്ലാതെ ഒരിക്കലും ലോങ് ടൈമിൽ അത് കിട്ടില്ല, അത് ഉറപ്പാണ്. അതായത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ റെപ്പോ റേറ്റ് 6.5% ആണ്, 6.50%. റെപ്പോ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇവിടുത്തെ കമേഴ്സ്യൽ ബാങ്കുകൾക്ക് പണം കടം കൊടുക്കുന്നതിൻ്റെ ഇൻട്രസ്റ്റാണ് ഈ 6.5% എന്നുള്ളത്. അതിൻ്റെ മുകളിലായിരിക്കും എപ്പോഴും ബാങ്കുകളിൽ നിന്ന് നമുക്ക് ലോൺ നമ്മൾ മേടിക്കുമ്പോൾ വരുന്നത്. അപ്പോൾ ഇപ്പം നമ്മളൊരു ഹൗസിംഗ് ലോൺ ആണെങ്കിൽ ഒരു 8%, 8.5% ഒക്കെ ആയിരിക്കും നമുക്ക് വരാം. അതുപോലെ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ആളുകൾക്ക് ഒരു 7% വരെയൊക്കെയാണ് ഇപ്പോൾ ഡെപ്പോസിറ്റ് റേറ്റ് ഉള്ളത്. അതൊരു സാധാരണ കമേഴ്സ്യൽ ബാങ്കുകളിൽ. ഇനിയിപ്പോൾ NBFC എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചപ്പോൾ മണപ്പുറം അല്ലെങ്കിൽ മുത്തൂറ്റ് ഇതുപോലുള്ള സ്ഥാപനങ്ങളാണ്. അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഒരു 12% അല്ലെങ്കിൽ 14% വരെയൊക്കെ അവർക്ക് ഡെപ്പോസിറ്റ് റേറ്റ് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന വരും. അതൊക്കെ ലീഗലായിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. അതിന് മുകളിലേക്കുള്ള ഒരു എമൗണ്ട് ഒരു കാരണവശാലും ഒരാൾക്കും കൊടുക്കാൻ പറ്റില്ല. പിന്നെ ഈ 18% തരാം. ഇപ്പം ഈ പറയുന്ന സ്ഥാപനം, ഈ ബില്യൺ ബീസ് എന്ന് പറയുന്ന സ്ഥാപനം 36%, 36% അവർ റിട്ടേൺ കൊടുക്കാന്ന് പറഞ്ഞ ആളുകളിൽ നിന്ന് പണം മേടിച്ചിട്ടുള്ളത്. ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ ഇത്തരം തട്ടിപ്പുകൾ വരുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, 12% അല്ലെങ്കിൽ പോട്ടെ 15 അല്ലെങ്കിൽ 16% മുകളിൽ ഒരാൾ റിട്ടേൺ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ആ പണം ചിലപ്പോൾ നിങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല. നിങ്ങൾ കൊടുക്കുന്ന പ്രിൻസിപ്പൽ എമൗണ്ട് പോലും നിങ്ങൾക്ക് തിരിച്ചു കിട്ടിക്കൊള്ളണമെന്നില്ല. അത് പോയി എന്ന രീതിയിൽ ഒരു ഗാംബ്ലിംഗ് ചെയ്യുന്ന പോലെ കൊടുക്കുക തന്നെ വേണം. പിന്നീട് അത് പോയിട്ട് നമ്മൾ പോയി പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കംപ്ലൈൻറ്റ് ചെയ്തിട്ടോ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അവരത് ഇല്ലീഗലായിട്ടാണ് നടത്തുന്നത്. ഇത്തരം കാര്യങ്ങളിൽ ചെന്ന് പെടാതിരിക്കുക, ദയവ് ചെയ്ത് ആളുകൾ പെടാതിരിക്കുക. ആളുകൾക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉള്ള നോളേജ് ഇല്ലായ്മയും അതുപോലെ തന്നെ അത്യാഗ്രഹമാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് പെടുന്നത്. ഇതിനു മുന്നേ തന്നെ മറ്റേതൊരു അതേ പ്രദേശത്ത് നിന്ന് ഈ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഇപ്പോൾ ഒരു 1000 കോടിയുടെ എന്തോ വന്നിട്ടുണ്ടായിരുന്നല്ലോ, ഒരു നെറ്റ്വർക്കായിട്ട് ബന്ധപ്പെട്ടൊരു 1000 കോടി രൂപ പോയിട്ടുണ്ടായിരുന്നു. അതിനു മുന്നേ ഒരുപാട് നെറ്റ്വർക്ക് സ്ഥാപനങ്ങൾ, പല ഈ പറയുന്ന ഫൈനാൻസിങ് സ്ഥാപനങ്ങൾ, ഇവരൊക്കെ ഡെപ്പോസിറ്റ് സ്വീകരിച്ച് ആളുകളെ ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ സ്ഥിരമായി പോയി പെടാൻ കുറേ ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് ഒരു അറിവിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിത് പറയുന്നത്. പിന്നെ ഈ വാർത്തയിൽ ഞാൻ ഈ ബില്യൺ ബീസിൻ്റെ വാർത്തയിൽ വേറൊരു കാര്യം കണ്ടു. ഇതിൽ NRIസിനെയാണ് അവർ കൂടുതൽ ഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് NRIസിൻ്റെ കയ്യിൽ നിന്നാണ് അവർ ഫണ്ട് മേടിച്ചിട്ടില്ലെന്ന് പറയുന്നത്. NRIസിൻ്റെ കയ്യിൽ നിന്നാകുമ്പോഴും ഇതാണ്. കാരണം പല NRIസിനും നമ്മുടെ ഇപ്പോൾ ഇന്ത്യയിലുള്ള റൂളുകൾ, ഇവിടുത്തെ ടാക്സ് റൂളുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയില്ല. നോർമലി UAEയിലാണെങ്കിലും ഈ അറബ് കൺട്രികളിലാണെങ്കിലും ടാക്സ് സിസ്റ്റം അത്ര ഒരു ക്ലിയറായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമല്ല. അവിടെ സാലറി കിട്ടും, കൃത്യമായിട്ട് ആ സാലറി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ഇങ്ങോട്ട് ഇന്ത്യയിലേക്ക് അയക്കാം. അപ്പോൾ അവർക്ക് ഈ പണം കൈകാര്യം ചെയ്യാൻ ഇപ്പോൾ ഒരു സാധാരണ നിലയ്ക്ക് ഒരു 10,000 റിയാൽ, ഒരു 10,000 റിയാൽ സാലറി ഉള്ള ഒരാൾക്ക് അത് ഇന്ത്യയിലേക്ക് അത് അയക്കുമ്പോൾ ഏകദേശം 2-2.25 ലക്ഷത്തോളം രൂപയായി. ആ പണം ഇവിടെ കയ്യിൽ കിട്ടുമ്പോൾ, അവരുടെ ഫാമിലിക്കും കയ്യിൽ കിട്ടുമ്പോൾ അവർക്കും ഇതെന്ത് ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനെയുള്ള സമയത്താണ് ഇതുപോലുള്ള ആളുകൾ അല്ലെങ്കിൽ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ട് ആളുകളുടെ അടുത്ത് വന്നിട്ട് പറയുന്നത്,
നിങ്ങൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര മാസം 10,000 രൂപ വെച്ച് തരാം, അല്ലെങ്കിൽ 5,000 രൂപ വെച്ച് തരാം. അപ്പോൾ നമ്മളറിയാതെ തന്നെ അതിലേക്ക് പെട്ടുപോകും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, നിങ്ങൾ ഒരു കാരണവശാലും ഒരു 16% മുകളിൽ, അതായത് നിങ്ങൾ 1,00,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു 1,800 രൂപയിലും കൂടുതൽ അല്ലെങ്കിൽ 2,000 രൂപയിലും കൂടുതൽ ഒരാൾ മാസം തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിയാവുന്നതും അതിലേക്ക് നിങ്ങൾ കാശ് കൊടുക്കാതിരിക്കുകയാണ് നല്ലത് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ പണം പോവാതിരിക്കാൻ. പിന്നെ ഇതിൽ പോയി പെടുന്ന വേറൊരു വിഭാഗം എന്ന് പറഞ്ഞാൽ റിട്ടയർ ചെയ്തിട്ട് പ്രായമായിട്ടുള്ള ആളുകളാണ്. അവർ ഒരു കാരണവശാലും ഇത്ര റിസ്ക് എടുത്തിട്ടുള്ള ഇതുപോലുള്ള കാര്യങ്ങളിലേക്ക് പോകരുത്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പ്രായമായിട്ടുള്ള ആളുകൾ, ഒരു 60 വയസ്സ് അല്ലെങ്കിൽ 65 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾ, ഇനി നിങ്ങൾക്ക് തിരിച്ചൊരു പണം സ്വരൂപിച്ചുണ്ടാക്കുക എന്നുള്ളത് ഒരു കാരണവശാലും നടക്കുന്ന കാര്യമല്ല. വളരെയധികം ബുദ്ധിമുട്ടാണ്, നിങ്ങളുടെ ഭാവി ജീവിതത്തിലെ പ്രശ്നങ്ങൾ വരും. അതുപോലെ മക്കളെ കല്യാണം കഴിച്ച് വെക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള കാശ് ഇതിൽ കൊണ്ടുപോയി ഇടുക, ഇതൊന്നും ഒരു ശരിയായ നടപടിയല്ല. ഇത്തരം കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോവാതിരിക്കുക, അതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥയിൽ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളിലും നിങ്ങൾ നാഷണലൈസ് ബാങ്കുകളിലോ അല്ലാന്നുണ്ടെങ്കിൽ NBFCകൾ, ഈ നല്ല NBFCകൾ, ഞാൻ പറയുന്ന ഇപ്പോൾ ഒരുപാട് NBFCകൾ നാട്ടിലുണ്ട്, നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനികളിൽ നിന്ന് ഒരുപാട് ഫൈനാൻസ് സ്ഥാപനങ്ങളുണ്ട്, അതല്ല ഞാൻ പറയുന്നത്. റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാം, അതിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അതിന് കുറച്ചും കൂടി നമുക്കൊരു ഗ്യാരണ്ടീഡാണ്, വിശ്വസിക്കാം. കോപ്പറേറ്റീവ് ബാങ്കുകളും കുഴപ്പമൊന്നുമില്ല. കോപ്പറേറ്റീവ് ബാങ്കുകളിൽ ഇപ്പോൾ ചില ബാങ്കുകളിലൊക്കെ വന്നിട്ടുള്ള ഇഷ്യൂ കൊണ്ടാണ് ഈ കോപ്പറേറ്റീവ് ബാങ്കുകൾ പ്രശ്നം എന്ന് ആളുകൾ പറയണത്. അതും ഇതുപോലുള്ള ഈ ബില്യൺ ബീസ് പോലുള്ള സ്ഥാപനങ്ങളെക്കാളിലൊക്കെ എത്രയോ ഭേദമാണ് കോപ്പറേറ്റീവ് ബാങ്കുകൾ. കോപ്പറേറ്റീവ് ബാങ്കുകൾ വിശ്വസനീയമാണ്. പിന്നെ അതിൻ്റെ ഈ പറയുന്ന അവരുടെ കമ്മിറ്റിയിലും കാര്യങ്ങളുള്ള ആളുകൾ ചില അഴിമതിയും കാര്യങ്ങളും കാണിക്കുമ്പോൾ വരുന്ന ചില പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതുപോലുള്ള തട്ടിപ്പുകളിൽ ചെന്ന്, അതായത് നിങ്ങൾക്ക് 1,00,000 രൂപ കൊടുത്തിട്ട് 2,000 രൂപയിലും കൂടുതൽ നിങ്ങൾക്ക് മാസം തരാമെന്ന് പറയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഷെയറിൽ ട്രേഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് 10,000 രൂപ അല്ലെങ്കിൽ ദിവസം 1,000 രൂപ, 1,00,000 രൂപ ഇട്ട് കഴിഞ്ഞാൽ ദിവസം 1,000 രൂപ തരാം എന്നൊക്കെ പറഞ്ഞ് ഷെയർ മാർക്കറ്റിൻ്റെ പേരിൽ പല തട്ടിപ്പുകളും നടക്കുന്നുണ്ട്. ഇതൊന്നും സത്യസന്ധമായിട്ട് പറഞ്ഞാൽ നടക്കണ കാര്യമല്ല, ഒരു കാരണവശാലും നടക്കില്ല, ആരെ കൊണ്ടും ചെയ്യാനും പറ്റില്ല. ഷെയർ മാർക്കറ്റിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമാണ്. ഷെയർ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 തരത്തിലാണ് നിങ്ങൾക്ക് പണം ഉണ്ടാവുക. ഒന്ന്, നിങ്ങൾക്ക് ജോലി ചെയ്തിട്ട് നിങ്ങൾക്ക് പണം ഉണ്ടാക്കാം. ഇനി അതല്ലാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് ചെയ്തിട്ട് പണം ഉണ്ടാക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടി വേറെ ആളുകൾ ജോലി ചെയ്യും. അപ്പോൾ അതൊരു ബിസിനസ് ഇൻകം എന്ന് പറയും. അപ്പോൾ വേറെ ആളുകൾ ജോലി ചെയ്തിട്ട് നിങ്ങൾക്ക് പണം സ്വരൂപിക്കാം. മൂന്നാമത്തെ ചെയ്യാൻ, നിങ്ങളുടെ കയ്യിലുള്ള പണം നിങ്ങൾക്ക് പണം തരുന്നതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ ഷെയർ മാർക്കറ്റിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യാം. ഇതുപോലുള്ള സ്ഥാപനങ്ങളിലോ ഇതുപോലുള്ള ആളുകളിലോ കൊടുക്കണ്ട. നിങ്ങൾക്ക് ഒരു ബാങ്കിൽ, ഏതെങ്കിലും നിങ്ങളുടെ ബാങ്ക്, വാട്ടെവർ, നിങ്ങൾ ഏത് ബാങ്കിലാണ് നിങ്ങളുടെ അക്കൗണ്ട്, അവിടെ ഒരു ഡിമാറ്റ് അക്കൗണ്ട് എടുത്ത് അതിലൂടെ നിങ്ങൾക്ക് ഷെയർ മേടിച്ച് അതിലിടാം. നല്ല കമ്പനികളിലെ ഇന്ത്യയിലുള്ള ഇപ്പോൾ ടാറ്റ, റിലയൻസ്, അദാനി, അല്ലെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, കാനറ ബാങ്ക്, ഒരുപാട് ബാങ്കുകളിലെ ഇത്രയും ഹ്യൂജ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് നിൽക്കുന്ന ഇന്ത്യയിലുള്ള വലിയ കമ്പനികളുടെ ഷെയർ മേടിച്ച് നിങ്ങൾക്ക് ഇടാം. ഏതൊരു സാധാരണക്കാരനും ഇത് ചെയ്യാം. ഒരു കൂലിപ്പണിക്ക് പോകുന്ന ആളുകൾക്ക് അത് ചെയ്യാം, ആർക്കും ചെയ്യാം. അതുകൊണ്ട് പണക്കാരന് വേണ്ടിയിട്ടുണ്ടാക്കിയതല്ല ഷെയർ മാർക്കറ്റ്. ഷെയർ മാർക്കറ്റിൻ്റെ പേരിൽ പറഞ്ഞു നടക്കുന്ന തട്ടിപ്പുകളാണ് ഈ പ്രശ്നം. ഈ ഷെയർ മാർക്കറ്റിനെ കുറിച്ച്, അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര പണം കിട്ടും എന്ന് പറയുന്ന തട്ടിപ്പുകളാണ് ഈ നാട്ടിലെ പ്രശ്നം. സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളൊരു സാധാരണക്കാർക്കും ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾക്കും ചെറിയ രീതിയിൽ സമ്പത്തുണ്ടാക്കാം. നിങ്ങൾ ചെറിയ രീതിയിൽ, നിങ്ങളുടെ കയ്യിൽ 1000 ഉള്ളെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ ഇനി 2,000 രൂപ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഷെയർ മേടിക്കാം. അതിന് ഇതുപോലുള്ള സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ വേറൊരു ആൾക്കാരെയോ പോയി കാണേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് തന്നെ ഒരു ഡിമാറ്റ് അക്കൗണ്ട് മേടിച്ച് നിങ്ങൾക്ക് തന്നെ അതിൽ മേടിക്കാം. അല്ലെങ്കിൽ ഇപ്പം ഞങ്ങളുടെ പോലുള്ള ബ്രോക്കിംഗ് ഫേമുകളുണ്ട്, ഒരുപാട് ഷെയർ ബ്രോക്കിംഗ് ഫേമുകളുണ്ട്. ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അപ്രൂവ് ചെയ്തിട്ടുള്ള ബ്രോക്കിംഗ് ഫേമുകളാണ്. അതുവഴി നിങ്ങൾക്കത് മേടിക്കാം. ഷെയർ മേടിച്ച് നിങ്ങൾക്ക് എടുത്തു വയ്ക്കാം. അതിൽ കിട്ടുന്ന പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടും. അല്ലാതെ ഇതുപോലെ 1,00,000 കൊടുത്താൽ 10,000 തരും, 10 ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ 30,000 തരും, 50,000 തരും എന്നൊക്കെ പറഞ്ഞുള്ള ആളുകളിൽ കൊണ്ടുപോയി ദയവ് ചെയ്ത് കാശ് കൊണ്ടുപോയി ഇടാതിരിക്കുക. അപ്പോൾ സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ചിട്ട് കുറച്ചും കൂടി കാര്യങ്ങളായിട്ടുള്ള അടുത്തൊരു വീഡിയോ ഞാൻ ഇതുപോലെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ കണ്ട് ഇതിൽ എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് ഇതിൻ്റെ കമൻറ്റ് ബോക്സിലിടുക. നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ വളരെ ചെറിയ രീതിയിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ കുറച്ചും കൂടി രീതിയിൽ ഞാൻ തുടർന്ന് വരുന്ന വീഡിയോസിൽ ഞാൻ പറയാം എന്താണ് റെപ്പോ റേറ്റിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും ഇവിടുത്തെ ബാക്കിയുള്ള ഗോൾഡിലെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ വീണ്ടും വീഡിയോസ് ഞാൻ ചെയ്യാം. ഞാൻ തൽക്കാലത്ത് ഈ ഒരു വാർത്ത കണ്ടതുകൊണ്ട് മാത്രം ആളുകളെ ചെറിയൊരു അവയർനെസ് കൊടുക്കാൻ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് കൊടുത്തിട്ടുള്ളത്. വീണ്ടും ഞാൻ പറയുന്നു, 15 മുതൽ 16% മുകളിൽ
നിങ്ങൾക്ക് ഒരാൾ റിട്ടേൺ തരാമെന്ന് പറഞ്ഞ് നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം സ്വരൂപിക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും സ്ഥായിയായിട്ട് കിട്ടുന്നത് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. താൽക്കാലികമായിട്ട് ആൾ ആകാശം തന്നെ എടുത്ത് നിങ്ങൾക്ക് എടുത്തു തരുമായിരിക്കും. അത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ആൾ മുങ്ങും, ഉറപ്പാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് പറ്റാവുന്ന ആളുകൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, വീണ്ടും ഇതുപോലുള്ള വീഡിയോ ആയിട്ട് ഞാൻ വരാം. ബൈ.